ഇപ്പോൾ എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി, ഒരു വർഷത്തിന് ശേഷം ആ ദുരന്ത ഭൂമിയിലെത്തുമ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ തുള്ളുലയ്ക്കുന്ന ഇന്നത്തെ കാഴ്ചകളൊക്കെ. എന്താണ് പുറം ലോകത്തെ അറിയിക്കാനുള്ള കാര്യങ്ങൾ? അവിടെ എന്താണ് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഹാഷ്മി? ഉന്മേഷ്, ഒരു വർഷം മുമ്പ് നമ്മൾ കാണുമ്പോൾ എത്രത്തോളം നമ്മുടെ ഉള്ളു പൊള്ളിയോ അതേണ്ട അതേ പൊള്ളൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ ഒരു പ്രകടമായ മാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മനുഷ്യന്മാരുടെ ജീവിതത്തിലും മനുഷ്യന്മാരുടെ അവരുടെ മനോഭാവത്തിലും അവരുടെ സങ്കടത്തിലും ഒന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉന്മേഷ്, നമ്മൾ രാവിലെ അവിടെ ചൂരൽമല പോയി, മുണ്ടക്കൈ പോയി. അവിടെ ഏതാണ്ട് ഒരു പ്രേതഭൂമി പോലെ, ശ്മശാന ഭൂമി പോലെ അങ്ങനെ വേട്ടയാടപ്പെടുന്ന ഹോണ്ടിങ് ഓർമ്മകൾ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ആ കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പുഴ പുനരുദ്ധരിക്കാൻ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പതിയാണെങ്കിൽ കൂടിയും ഈ പുനരധിവാസ പ്രവർത്തനം നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഹൃദയഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ സർവ്വമത പ്രാർത്ഥനയും എല്ലാവരും അണിനിരുന്ന ഒരു ആദരമർപ്പിക്കലും ഉണ്ടായി. സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ, സാധാരണഗതിയിൽ ഗാർഡ് ഓഫ് ഓണർ എല്ലാ ഒക്കേഷനും കൊടുക്കാറില്ല, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ അവിടെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ മേപ്പാടിയുള്ള MSA ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി P.A. മുഹമ്മദ് റിയാസ്, മന്ത്രി K. രാജൻ അടക്കമുള്ളവർ പോയിരുന്നു. ഇവിടെ അതായത് പ്രേക്ഷകർക്ക് കാണാം ആദ്യ എന്ന് പറയുന്ന കുഞ്ഞു മുതൽ അതായത് റംലത്ത് എന്ന് പറയുന്ന എല്ലാവരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഒരു ഓർമ്മിക അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മ ചിത്രം നമ്മൾ പലയിടങ്ങളിലും നമ്മൾ കണ്ടു. ഇതാണ് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായ വേദന. അത് അത്ര പെട്ടെന്ന് അത് പോകുന്ന വേദന അല്ലല്ലോ ഉന്മേഷ. ആ വേദന എല്ലാവർക്കും ഉണ്ട്. ആ വേദന നിൽക്കുമ്പോഴും അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ ജീവിക്കുന്ന ബാക്കിയുള്ള മനുഷ്യരുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാകേണ്ടതുണ്ട്. അതിന് ഈ സർക്കാർ പട്ടിക എത്രയും പെട്ടെന്ന്, ഒരു വർഷമാകുന്നുണ്ട്, ഇപ്പോഴും 3 ഘട്ടമായി പട്ടിക പുറത്തു വന്നെങ്കിൽ കൂടി ഇപ്പോഴും ഒരു കുറ്റമറ്റൊരു ഫൈനൽ പട്ടിക ഇപ്പോഴും ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് എന്തായാലും ഇന്നോ നാളെ, ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധിയൊക്കെ ഫ്രാൻസിസ് ഒക്കെ പറഞ്ഞത് ഇന്നോ നാളെയോ ആയി ആ പട്ടിക വരുമെന്നുള്ളതാണ്. ആ പട്ടിക പുറത്തു വരുമ്പോഴും ഏതാണ്ട് പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ വിയോജിപ്പുകളും തീരാനിടയില്ല. കാര്യം ഈ പറഞ്ഞ കുറേ അധികം സ്ഥലങ്ങളിൽ പട്ടിക ഉൾപ്പെടെ മാനദണ്ഡങ്ങളിൽപ്പെട്ട് ഈ മത്തായി കമ്മീഷനൊക്കെ വന്ന് കുറേ അധികം ഉൾപ്പെടേണ്ട ആളുകൾ ഉൾപ്പെടാതെ പോയ സംഘടനകൾ പറയുന്നുണ്ട്. അത് വീട് മാത്രമാണ് ഉന്മേഷ്. വീടിനപ്പുറം ജീവനോപാധി എന്നുണ്ട്. ഒരുപാട് മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ട ജീവനോപാധികൾ കിട്ടാതെ എന്തു ചെയ്യുമെന്നറിയാതെ നമ്മളെ സമീപിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ നമ്മൾ കണ്ടു. സർക്കാർ കൊടുക്കുന്ന ഈ ധനസഹായം കൊണ്ട് മാത്രം ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നുണ്ട്. അവർക്ക് ഒരു ജീവനോപാധി ഉണ്ടാവണം. ഒരുപാട് കടകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവരുടെ എസ്റ്റിമേറ്റ് പോലും ഇതിൽ എടുത്തിട്ടില്ല. അവർക്ക് മുന്നോട്ടൊക്കെ ജീവിക്കണം. അപ്പോൾ 1-ാം വർഷം ഇവിടെ നിൽക്കുമ്പോൾ അടിയന്തിരമായി എത്രയും പെട്ടെന്ന് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗതയിലാക്കുന്ന നടപടികൾ വേണം എന്ന് ഈ മേഖല നിവാസികൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് അതൊരു പക്ഷേ വ്യക്തിപരമായ സങ്കടം പോലെ തന്നെ നമുക്ക് തോന്നിയതാണ് ഈ വയനാട്. 1-ാം വർഷം ഇവിടെ വരുമ്പോൾ വ്യക്തിപരമായ മറ്റൊരു സങ്കടം കൂടി ഉണ്ടായി ഉന്മേഷ്. നമ്മൾ അവിടെ വെള്ളരിമല സ്കൂളിൽ അവിടെ ചൂരൽമല പോകുമ്പോൾ ആ സ്കൂളിലെ ആ കുട്ടികളുടെ 33 കുട്ടികളുടെ ചിത്രം വെച്ച് ആദരം അർപ്പിച്ചതിന് ശേഷം 2 അധ്യാപകർ വന്ന് ആ സ്കൂളിലെ അനന്യ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഹാഷ്മിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഹാഷ്മിയുടെ ഭയങ്കര ആരാധകരായിരുന്നു ആ കുട്ടി. എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം. അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നമ്മൾ ഇവിടെ വെച്ച് കണ്ടു. അച്ഛനും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഹാഷ്മിയെ കാണണമെന്ന് വലിയ ആഗ്രഹം ആ കുട്ടിക്കുണ്ടായിരുന്നു. വലിയ ഹാഷ്മിയെ പോലെ ആവണം, അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന ഒരാളാവണം എന്നൊക്കെ ഒരു ആവേശത്തോടെ അനന്യ എന്ന് പറയുന്ന കുട്ടി പറയുമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടം ഉന്മേഷ്. ഇവിടെ നിന്ന് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ അതിജീവനത്തിന്റെ വാർത്ത മാത്രമല്ല, തീർത്താൽ തീരാത്ത സംഘടനകളുടെ വേദനകളുടെയും വാർത്തകൾ തന്നെയാണ് ഉന്മേഷ്.